നോക്കിയോളൂ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഓഫ് ഡി സ്ക്വയർ മൈനസ് ബി പ്ലസ് വൈ ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് എഴുതാം? നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എന്താണ് വരിക? എം സ്ക്വയർ മൈനസ് ബി ഈക്വൽ ടു 0, എം സ്ക്വയർ ഈക്വൽ ടു ബി, എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി. അപ്പോൾ റൂട്ട് ബി ഉണ്ട്, മൈനസ് റൂട്ട് ബി ഉണ്ട്. C1 e raised to m1x plus C2 e raised to m2x ആണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു, C1 പകരം എയും ബിയും ആണ് ഇവിടെ ഓപ്ഷൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സോ എ ഇ റൈസ് ടു റൂട്ട് ബി എക്സ് പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് റൂട്ട് ബി എക്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഡി മൈനസ് 2 ഇൻറ്റു ഡി പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു 0. വൈ ഉണ്ട് ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു 0യിൽ എഫ് ഓഫ് എം ഈക്വൽ ടു 0 ആണ് ഓക്സിലറി ഇക്വേഷൻ. സോ എം മൈനസ് 2 ഇൻറ്റു എം പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. എം ഈസ് ഈക്വൽ ടു 2 ഒരു റൂട്ട് കിട്ടും. എം ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുന്ന റിപ്പീറ്റഡ് റൂട്ടാണ്. സോ റിപ്പീറ്റഡ് റൂട്ട് വെച്ചുകൊണ്ട് അത് എഴുതണം. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വെച്ചുകൊണ്ട് 2ന്റെ എഴുതണം. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു C1 e raised to 2x പ്ലസ് C2 പ്ലസ് C3x ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരും. ശരിയല്ലേ? C2 പ്ലസ് C3x ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് എന്താണ്? ഈക്വൽ റൂട്ട് വരുന്ന കേസിൽ എം ഈക്വൽ ടു M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M ആണെങ്കിൽ C1 പ്ലസ് C2x ഇൻറ്റു ഇ റൈസ് ടു MX ആണ് സൊല്യൂഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. M is equal to minus 2, M is equal to minus 3 are the roots of the auxiliary equation for a second order homogeneous differential equation. Then the differential equation is. Okay. Then M is equal to minus 2 and M is equal to minus 3 ആണ് roots. So M plus 2 ഉം M plus 3 ഉമാണ് factors. So auxiliary equation എന്താണ് കിട്ടുക? M square plus 5M plus 6 equal to 0 ആണ് auxiliary equation. Okay, ഇതാണ് F of M. എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് 5D പ്ലസ് 6. എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു 0 ആണ് നമ്മുടെ എന്ത് വരിക? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ശരിയല്ലേ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു 0, അതായത് ഡി സ്ക്വയർ പ്ലസ് 5D പ്ലസ് 6 ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള എന്ത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതിക്കോളൂ. ഡി സ്ക്വയർ പ്ലസ് സോൾവ്. നോക്കണേ, സോൾവ് ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഡി സ്ക്വയർ പ്ലസ് ഡി പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു 0 സോൾവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ എന്താണ് വരിക? ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ പ്ലസ് എം പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. എം ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ 1 സ്ക്വയർ 1 മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു 1 4 വരും ബൈ 2a 2 ഇൻറ്റു 1 2 വരും. സോ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 3 വരും, അത് റൂട്ട് 3i വരും ബൈ 2. ശരിയല്ലേ? സോ എന്താണ് വരിക? മൈനസ് 1/2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3/2i ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഐ ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 cos beta x plus C2 sin beta x ആണ് സൊല്യൂഷൻ. സോ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 cos beta x പ്ലസ് C2 sin beta x. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഇ റൈസ് ടു ആൽഫയ്ക്ക് പകരം മൈനസ് ഹാഫ്, ബീറ്റയ്ക്ക് പകരം റൂട്ട് 3/2 മൈനസ് ഹാഫ് എക്സ് ഇൻറ്റു C1 cos റൂട്ട് 3/2x പ്ലസ് C2 sin റൂട്ട് 3/2x. ഉണ്ടോ നോക്കിക്കേ. ഇ റൈസ് ടു മൈനസ് ഹാഫ് എക്സ് ഇൻറ്റു C1 cos റൂട്ട് 3/2x പ്ലസ് C2 sin റൂട്ട് 3/2x.
ക്ലിയർ അല്ലേ? ഇ റൈസ് ടു മൈനസ് ഹാഫ് ഇൻറ്റു C1 cos √3/2x പ്ലസ് C2 sin √3/2x. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. The particular integral of f of d into y equal to e raised to ax. നോക്കിക്കേ, f of d into y equal to e raised to ax. പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/f of d into e raised to x at d equal to a. dk കൊടുത്താൽ 1/f of a into e raised to ax provided that f of a not equal to 0. f of a not equal to 0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. So this is the solution. 1/f of a into e raised to ax. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 1/f of a into e raised to ax. ബേസിക് ഐഡിയ ഓഫ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, ഇ റൈസ് ടു ax ആണെങ്കിൽ പുട്ട് d ഈക്വൽ ടു a എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത് മറന്നു പോരുത്. d ഈക്വൽ ടു a എന്നുള്ള അതാണ് അവിടെ കീ പോയിന്റ്. അതറിയാമോ എന്നുള്ളത് മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ അവർ ചെക്ക് ചെയ്യുന്നത്. ഡി ഇ റൈസ് ടു ax ഫോർമാറ്റ് ആണെങ്കിൽ d ഈക്വൽ ടു a ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ദ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഓഫ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു കെ. The particular integral of f of d into y equal to x raised to k reduced to the form. ഓക്കെ, എന്താണ് ഇത്? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു കെ പഠിച്ചു. എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു സൈൻ എ എക്സ് പഠിച്ചു. എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു കോസ് എ എക്സ് പഠിച്ചു. എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പഠിച്ചു. അതെല്ലാം നമ്മൾ പഠിച്ച ഫോർമാറ്റ്സ് ആണ്. എന്താണ്? 3 ഡയറക്റ്റ് കേസും 2 സബ് കേസസും തന്നിട്ടുണ്ട്. ശരിയല്ലേ? മൊത്തം 5 കേസ് പഠിപ്പിച്ചാണ്. അതിന് ഏത് വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെയാണ് എഴുതുക? പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു 1/f ഓഫ് ഡി ഇൻറ്റു എക്സ് റൈസ് ടു കെ അല്ലെ? 1/f ഓഫ് ഡി ഇൻറ്റു എക്സ് റൈസ് ടു കെ. ആൻഡ് എക്സ് റൈസ് ടു കെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ മാറ്റണം? 1 പ്ലസ് ഓർ മൈനസ് എ ഫംഗ്ഷൻ ഓഫ് ഡി റൈസ് ടു -1 ഇൻറ്റു എക്സ് റൈസ് ടു കെ എന്ന് മാറ്റണം. സോ ഈ എഫ് ഓഫ് ഡിനെ നമ്മൾ എങ്ങനെ മാറ്റണം? 1 പ്ലസ് ഓർ മൈനസ് ഫൈവ് ഓഫ് ഡി എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. അതായത് 1/1 പ്ലസ് ഓർ മൈനസ് എ ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു എക്സ് റൈസ് ടു കെ. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുക. ഇതാണ് പിന്നീട് 1 പ്ലസ് ഓർ മൈനസ് എ ഫംഗ്ഷൻ ഓഫ് ഡി റൈസ് ടു -1 ഇൻറ്റു എക്സ് റൈസ് ടു കെ എന്ന് മാറുന്നത്. അപ്പോൾ 1 പ്ലസ് ഫൈവ് ഓഫ് ഡി ആണെങ്കിലും 1 മൈനസ് ഫൈവ് ഓഫ് ഡി ആണെങ്കിലും സ്റ്റാൻഡേർഡ് മക്ലൂറിയൻ സീരീസ് എക്സ്പാൻഷൻസ് നമുക്കറിയാം. അത് വെച്ചിട്ട് മുന്നോട്ട് എക്സ്പാൻഡ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? യെസ്. സോ 1/, ഇങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചവരുണ്ടെങ്കിൽ മറിച്ച് നോക്കിയോളൂ. ഇതേപോലെ തന്നെയാണ് ഞാൻ എഴുതിപ്പിച്ചത്. 1/f ഓഫ് ഡി ഇൻറ്റു എക്സ് റൈസ് എന്താണ്? നമ്മൾ എക്സ് റൈസ് ടു എം ആണ് ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. എഫ് ഓഫ് ഡിനെ ഒരു 1 പ്ലസ് ഓർ മൈനസ് ഫൈവ് ഓഫ് ഡി എന്ന് മാറ്റും. ശരിയല്ലേ? എങ്കിലേ നമുക്ക് സീരീസ് എക്സ്പാൻഷൻ വെച്ച് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ക്യു എക്സ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ? ടൈപ്പ് 4 അല്ലെ? കേസ് 4 5 കേസ് പഠിച്ചല്ലേ? 4ാമത്തെ കേസ്. എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ക്യു ഓഫ് എക്സ് ആണെങ്കിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു 1/f ഓഫ് ഡി ഇൻറ്റു ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ക്യു ഓഫ് എക്സ്. ഇ റൈസ് ടു എ എക്സിനെ ഇങ്ങോട്ട് മാറ്റി നിർത്താം. ഡിനെ മാറ്റി ഡി പ്ലസ് എ ആക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. ഓഫ് ക്യു ഓഫ് എക്സ് അല്ലെ? സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/, ഇനിയിപ്പോ ഈ ഇ റൈസ് ടു എക്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറി നിന്നോളും. ശരിയല്ലേ? ഈ ഇ റൈസ് ടു എക്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറി നിന്നോളും. ബാക്കിയുള്ള സിംപ്ലിഫിക്കേഷൻസ് ഫോക്കസ് ചെയ്താൽ മതി. ക്യു ഓഫ് എക്സ് എന്താണോ അതിനനുസരിച്ചിട്ട് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഫർദർ ചെയ്യുക. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/f ഓഫ് ഡി പ്ലസ് എ ഇൻറ്റു ക്യു ഓഫ് എക്സ്. ശരിയല്ലേ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/f ഓഫ് ഡി പ്ലസ് എ ഇൻറ്റു ക്യു ഓഫ് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
The particular integral of f of d into y is equal to q of x. f of d into y equal to q of x ന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണ് വരിക? 1/f of d into q of x. 1/f of d into q of x. ഈ q of x മാറുന്നതിനനുസരിച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാറുന്നത്. സോ ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ ടു ഫൈൻഡ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഓഫ് എ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ശരിയല്ലേ? പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇ റൈസ് ടു എക്സ് മാറുന്നതിനനുസരിച്ച് മെത്തേഡുകൾ മാറിക്കൊണ്ടിരിക്കും. സോറി, ക്യൂ ഓഫ് എക്സ് മാറുന്നതിനനുസരിച്ച് അത് ഇ റൈസ് ടു എക്സ് ആവാം, സൈൻ ഓഫ് എക്സ് പ്ലസ് ബി ആവാം, കോസ് ഓഫ് എക്സ് പ്ലസ് ബി ആവാം, എക്സ് റൈസ് ടു കെ ആവാം. അത് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അപ്രോച്ചുകൾ മാറും. ഇനി ഈ സോ കോൾഡ് ഈ പറഞ്ഞ ആൾക്കാരൊന്നും അല്ല ക്യൂ ഓഫ് എക്സ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഓർമ്മയുണ്ടോ? -y1 ഇൻറ്റു ഇന്റഗ്രൽ y2 ഇൻറ്റു ആർ ഓഫ് എക്സ് ബൈ ഡബ്ല്യു പ്ലസ് y2 ഇൻറ്റു ഇന്റഗ്രൽ y1 ഇൻറ്റു ആർ ഓഫ് എക്സ് ബൈ ഡബ്ല്യു. ദാറ്റ് ഈസ് ദ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഫോർ. അവിടെ തന്നെ ബേസിസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, വ്രോൺസ്കിയൻ എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ പ്രാധാന്യാർഹിതമായ കാര്യങ്ങളാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ്, എഫ് ഓഫ് മൈനസ് എ ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡാഷ് ഓഫ് മൈനസ് എ നോട്ട് ഈക്വൽ ടു 0. സോ നോർമലി പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണ് വരിക? 1/f of d into e raised to minus ax, put d equal to xന്റെ കോഎഫിഷ്യന്റ് മൈനസ് എ അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു 1/f of minus a into e raised to minus ax. പക്ഷെ f of minus a 0 ആണ്, f of minus a equal to 0 ആണ്. സോ ഡിവിഷൻ ബൈ 0 നോട്ട് ഡിഫൈൻഡ് ആൻഡ് ദിസ് ഈസ് ഈ മെത്തേഡ് നമുക്ക് പറ്റില്ല. ദെൻ അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എഫ് ഡാഷ് ഡി ആക്കുന്നു, ഓഫ് ഇ റൈസ് ടു മൈനസ് എ എക്സ് അറ്റ് ഡി ഈക്വൽ ടു മൈനസ് എ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഇൻറ്റു 1/f ഡാഷ് ഓഫ് മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എക്സ് അല്ലെ? 1/f ഡാഷ് ഓഫ് മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എക്സ്, പ്രൊവൈഡഡ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് മൈനസ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എഫ് ഡാഷ് ഓഫ് മൈനസ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആൻസർ എന്താണ് വരിക? സോ ദിസ് ഈസ് അവർ ആൻസർ അല്ലെ? എക്സ് ഇൻറ്റു 1/f ഡാഷ് ഓഫ് മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എക്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 1/x ഇൻറ്റു എഫ് ഡാഷ് ഓഫ് മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എക്സ്. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോളൂ. നമുക്ക് ഡയറക്റ്റ്ലി എക്സാമിന് കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വ്രോൺസ്കിയനുമായിട്ടും ബേസിസുമായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.